ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യുവ IAS ഓഫീസർമാരുടെ ഇടയിൽ പ്രമുഖയും മുൻ പത്തനംതിട്ട കളക്ടറും ഇപ്പോൾ വിഴിഞ്ഞം സീപോർട്ട് ഡയറക്ടറുമായ ദിവ്യ എസ് അയ്യര് പുതിയ സർക്കാരിന്റെ IAS ഓഫീസർമാരുടെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് എല്ലാ തസ്തികകളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ശ്രീമതി ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം സീപോർട്ട് MD സ്ഥാനത്ത് നിന്നും തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ന്യൂസ് ബ്രേക്കിംഗ് ആയിട്ട് തന്നെ എല്ലാ ചാനലുകളിലും പ്രക്ഷേപണവും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ദിവ്യരെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം കമൻറ്റുകൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സുകളിൽ മുഴുവൻ നിറയുന്നുണ്ടായിരുന്നു. കാരണം സ്ഥലം മാറ്റത്തിൻ്റെ ഉത്തരവിൻ്റെ വാർത്ത വന്നത് മുതൽ അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും, അതായത് ദിവ്യരെ പൊതുവെ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആളാണെന്ന രീതിയിലാണ് പൊതുജനം കണ്ടിരുന്നത് എന്നുള്ളത് ഒരു സത്യമായ കാര്യമായിരുന്നു. കാരണം അതിന് താഴെ വന്ന കമൻറ്റുകളിൽ അധികവും ഇടതുപക്ഷ ചിന്താഗതിക്കാർ എഴുതിയിരിക്കുന്നത് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്, മാഡത്തിന് സ്ഥലം മാറ്റം കിട്ടുമെന്നും. എന്നാൽ വലതുപക്ഷ ചിന്താഗതിക്കാരുടെ എഴുത്ത് ഇത് കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു എന്നും ആയിരുന്നു. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നതിന് പുറകെ മാഡം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കഴിഞ്ഞ ദിവസം കുറിച്ച ചില വരികൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അപ്പോൾ നമുക്ക് ആ വരികളിലേക്ക് ഒന്ന് പോകാം. മധുസൂദനൻ നായരുടെ ഒരു കവിതയെ ആസ്പദമാക്കിയാണ് മാഡം തന്റെ വരികൾ കുറിച്ചിരിക്കുന്നത്. നീ തന്നൊരക്ഷരം ചേർത്ത് വെച്ച വാക്കുകൾ പൊരുത്ത് വാചകങ്ങൾ തീർത്ത് ഖണ്ഡികകൾ നെയ്തൊരു അധ്യായം തീർത്തു ഞാൻ. പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം കുറിച്ചു ഞാൻ പോകവേ എൻ മുന്നിൽ നീ എത്തിച്ച മനുഷ്യരെല്ലാം എൻ പ്രാണനാൽ പ്രതീക്ഷയുടെ തിരിതെളിയിച്ചു ഞാൻ. നാളത്തെ സ്വപ്നത്തിന് ഹവിസായി എൻ അറിവും അധ്വാനവും കൊടുത്തു ഞാൻ. ഇതാണ് ആ വരികളെ കുറിച്ചുള്ള മാഡത്തിന്റെ വ്യാഖ്യാനം. അതിന് താഴെ മാഡം തന്റെ വരികൾ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന താരകം ലോകത്തിന്റെ ബഹായസിൽ തിളങ്ങവേ അത് ചൂണ്ടിക്കാണിച്ചു ആ നക്ഷത്രം 2023 മുതൽ 26 വരെ എനിക്കും വെളിച്ചം വീശി എന്നു അഭിമാനപൂർവ്വം പറയാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തി എന്നത് എന്നും ഓർക്കും. എൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ഈ നാടിൻ്റെ സ്വപ്നഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഈ നാളുകൾ ഏറെ ദുഷ്കരം പ്രിയങ്കരം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദ്ധതിയെ നാടിന് പൂർണ്ണരൂപത്തിൽ സമർപ്പിക്കാനാകുന്നത് നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള കൂട്ടായ പ്രയത്നത്തിലൂടെയാണെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. ഒരൊറ്റ ലക്ഷ്യം, ഒരുപാട് തടസ്സങ്ങൾ, 1000 നേട്ടങ്ങൾ, അതായിരുന്നു ഞങ്ങൾക്ക് വിഴിഞ്ഞം. എന്നെ നയിച്ച എന്നെ വഹിച്ച എല്ലാ നല്ലവർക്കും നന്ദി, സ്നേഹം. വിഴിഞ്ഞം വളർന്നുകൊണ്ടേയിരിക്കും, വെളിച്ചം വീശിക്കൊണ്ടേയിരിക്കും. ഇത് പറഞ്ഞ് മാഡം തന്റെ വരികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ വരികളിൽ മാഡം എന്താണ് കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും മാഡം തന്റെ സ്ഥലം മാറ്റത്താൽ നിന്നുണ്ടായ ഇച്ഛാഭംഗമാണോ അതോ ഈ സീപോർട്ട് MD സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കലാണോ എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. വിഴിഞ്ഞം MD സ്ഥാനം മാഡം ശരിക്കും ആസ്വദിച്ചിരുന്ന ഒരു ജോലി തന്നെയായിരുന്നു. എന്നാൽ അത് വിട്ടുപോകുമ്പോഴുള്ള നിരാശയിലാണ് ദിവ്യ എസ് അയ്യരുടെ ഈ വരികളെന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 3 വർഷമായി മാഡം അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ആത്മാർത്ഥമായി കഠിനമായി അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓരോ ദിവസവും വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റിയുള്ള തൻ്റെ അപ്ഡേറ്റുകളിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇനാഗുറേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സന്തോഷം പങ്കുവച്ചിരുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടിയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതിൻ്റെ പേരിൽ ധാരാളം വിമർശനങ്ങളും ദിവ്യ എസ് അയ്യർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തൊഴിലാളികൾക്കും ഗവൺമെൻറ്റിനും ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ടും തന്നെയുമല്ല ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് എല്ലാ രീതിയിലും അന്ന് ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നുമാണ് മാഡം പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ശക്തമായ ഇടതുപക്ഷ അനുഭാവിയായിട്ടും പിണറായിയുടെ അടുത്ത ആളായിട്ടും ഒക്കെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ചിത്രീകരിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം എല്ലാവരുടെയും മുന്നിൽ പിണറായിയുടെ അടുത്ത ആളാണെന്നും അതുകൊണ്ടാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡിന് വരെ ജയിക്കാൻ പറ്റാത്തതെന്നുള്ള സോഷ്യൽ മീഡിയ ആക്രമണം സോഷ്യൽ മീഡിയയിൽ അന്ന് സ്ഥിരമായി കാണാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ അവസാനം മുഖ്യമന്ത്രി ജയിച്ചു കഴിഞ്ഞ് മാഡത്തിന്റെ വസതിയിൽ ചെല്ലുമ്പോൾ പോലും അതിന് താഴെ കണ്ട കമന്റുകൾ പോലും അവർക്ക് എതിരെയായിരുന്നു. അപ്പോൾ അതിന് ഫലമായി തന്നെ നമുക്കറിയാമായിരുന്നു ഉറപ്പായിട്ടും ഗവൺമെന്റ് വരുമ്പോൾ അവർക്കൊരു സ്ഥലമാറ്റം ഉണ്ടാകുമെന്ന്. പക്ഷേ എൻ്റെ കണ്ണിൽ അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടി മാത്രമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നു. അവർ ചേർന്ന് നിൽക്കേണ്ടത്
അതാത് കാലത്തുള്ള ഭരണകർത്താക്കളുടെ അടുക്കൽ തന്നെയാണ്. ഭരിക്കുന്ന ഗവൺമെന്റിന് ഓപ്പോസിറ്റ് നിന്ന് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് എന്ത് നേടാനാണ് പറ്റുന്നത്? ഒന്നും നേടാനുമല്ല, അവർക്ക് വിരോധാഭാസമായിട്ട് വെറുതെ കഴിയാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. തന്നെയല്ല, ഇതേമാതിരി ഒരു MD സ്ഥാനത്തിരിക്കുമ്പോൾ അവർ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുക എന്ന നല്ല കാര്യം മാത്രമേ ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മാഡത്തിൻ്റെ ഈ പുതിയ ജോലി നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം മാഡത്തിൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ MD സ്ഥാനത്തിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് മാഡത്തിൻ്റെ ഒരു പോസ്റ്റും ഇതിനോടനുബന്ധിച്ച് കണ്ടത്. അതിനാൽ ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവച്ചതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.